സ്റ്റൗ കത്തിച്ച് പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് പച്ചമുളക് ഇട്ട് സവാള ഇട്ട് ഇനി കുറച്ച് ഉപ്പിട്ട് തക്കാളി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് ഇനി കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് ഇനി കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഇനി കുറച്ച് ഫിഷ് മസാല ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഗ്രേവി തിളച്ചിട്ടുണ്ട്. ഇനി മത്തി വാരിയിട്ട് കൊടുക്കാം. നമ്മുടെ കറി വെന്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ട്, ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി എടുത്തൊന്ന് കറക്കിയെടുക്കാം. തവിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ മത്തി പൊടിഞ്ഞു പോകും. ഇനി എല്ലാവർക്കും വിളമ്പി കൊടുക്കാം. ഒരാൾക്ക് 2 മത്തി വെച്ചാണ് ഇന്ന് കൊടുക്കുന്നത്. നല്ല ചൂട് ചോറും മത്തിക്കറിയും. അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ മാറിയിരുന്ന് കഴിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കടലിൻ്റെ നടുക്കിരുന്ന് കഴിക്കാൻ ഒരു പ്രത്യേക വൈബാണ്.